സുമോദ്, ഒരു ഹൈഡ്രജൻ ബോംബല്ല എന്ന് രാഹുൽ ഗാന്ധി തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നത് കുറെ കൂടി ഗൗരവമുള്ള, കുറെ കൂടി ഭയാനകമായ കുറെ തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിടുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ജിപ്സ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു കേന്ദ്രീകൃത കോളിംഗ് സെന്ററിലൂടെ എങ്ങനെയാണ് ഒരു വോട്ട് റദ്ദാക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചിത്രമാണ് രാഹുൽ ഗാന്ധി വരച്ചു കാണിച്ചത്. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് താൻ 101% വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല, വോട്ട് നഷ്ടമായവരെ അദ്ദേഹം വാർത്താ സമ്മേളന വേദിയിൽ കൊണ്ടുവരികയും അതിനുശേഷം അവരെ സാക്ഷിയാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സദസ്സിനോട്, ഈ രാജ്യത്തോട് എങ്ങനെയാണ് ഈ വോട്ട് തിരിമറി നടക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഉദാഹരണമായിട്ട് നേരത്തെ അജിംസ് ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടകയിലെ ആലന്ദ് മണ്ഡലമാണ് അദ്ദേഹം എടുത്തു കാണിച്ചത്. ഇവിടെ 6018 വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ നിന്ന് റദ്ദായിരിക്കുന്നത്. കാര്യം ആലന്ദ് മണ്ഡലത്തിലെ 2018 ഒരു വോട്ടിംഗ് പാറ്റേൺ എടുത്തു നോക്കിക്കഴിയുമ്പോൾ പല ബൂത്തുകളിലും കോൺഗ്രസ് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തിയ ബൂത്തുകളാണ് ഈ വോട്ട് റദ്ദാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ബൂത്തുകളിൽ 10 ബൂത്തുകൾ തെരഞ്ഞെടുപ്പിൽ 8ലും വലിയ കോൺഗ്രസിന്റെ കോട്ടയെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണ്, ആ ഒരു ബൂത്താണ് ഈ ആലന്ദിൽ ഉണ്ടായിരുന്നത്. അത് തെരഞ്ഞെടുത്തതിനു ശേഷം ഒരു സ്റ്റഡി നടത്തി ആ ഗവേഷണത്തിന്റെ ഫലം കൂടിയാണ് അദ്ദേഹം പുറത്തുവിടുന്നത്. അതായത് ഈ ബൂത്തിലെ എല്ലാ ബൂത്തുകളിലെയും ആദ്യത്തെ ഒരു വോട്ട് റദ്ദായി പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഈ പല ബൂത്തുകളിൽ ഒരു വോട്ട് വീതം, ആദ്യ വോട്ട് വീതം ചെയ്യുന്നത് റദ്ദായി പോകുന്നത്. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല, ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും റദ്ദായി പോകുന്നതും എല്ലാം ഫോൺ നമ്പർ ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നമ്പറുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങളൊരു അപേക്ഷ നൽകി നിങ്ങളുടെ വോട്ട് നീക്കം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അതനുസരിച്ചാണ് നിങ്ങൾ വോട്ട് മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ഏതെങ്കിലും ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയോ മണ്ഡലങ്ങളിലും ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു ബൂത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വോട്ടിംഗ് മാറ്റിയിരിക്കുന്നത്. ഇതുകൂടാതെ രജൌര മണ്ഡലത്തിൽ, മഹാരാഷ്ട്ര രജൌര മണ്ഡലത്തിലും അവിടെ വോട്ട് ചേർത്ത ഒരു രീതി കൂടിയാണ് പറയുന്നത്. അത് വ്യാജ പേരുകളിലും വ്യാജ അഡ്രസ്സുകളിലും വ്യാപകമായിട്ട് തന്നെ പേര് ചേർത്തു എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള ഒരു വോട്ടിംഗ് അട്ടിമറി കർണാടക CIDകൾ കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അറിയിക്കുകയും ചെയ്തു. 18 മാസത്തിനുള്ളിൽ 18 കത്തുകളാണ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് നൽകിയത്. പക്ഷേ ഒരു കത്തിന് പോലും പ്രതികരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറങ്ങുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, ഉറങ്ങുകയല്ല, മറിച്ച് ഈ കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ വസ്തുതകളെല്ലാം രേഖസഹിതം വോട്ട് നഷ്ടമായവരെ അവരെ തന്നെ നേരിട്ട് ഹാജരാക്കി ഇപ്പോൾ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ശരി സുമോദ്, ഞാൻ ഈ വാർത്തയിലേക്ക്